7 വയസ്സുവരെയുള്ള കുട്ടികളുടെ വളർച്ചാഘട്ടം വളരെ നിർണായകമാണ്. അവരുടെ ശാരീരികവും മാനസികവും വൈകാരികവും സാമൂഹികവുമായ അടിത്തറ ഈ പ്രായത്തിലാണ് രൂപപ്പെടുന്നത്. ഈ പ്രായത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ വിശദമായി പറയുന്നു. 1. സ്നേഹവും സുരക്ഷിതത്വവും ഉറപ്പാക്കുക. കുട്ടികളെ വളർത്തുമ്പോൾ ഏറ്റവും പ്രധാനം അവർക്ക് ലഭിക്കുന്ന സ്നേഹവും സുരക്ഷിതത്വവുമാണ്. ബന്ധം ശക്തിപ്പെടുത്തുക. ദിവസവും കുറഞ്ഞത് 10 അല്ലെങ്കിൽ 15 മിനിറ്റെങ്കിലും മറ്റ് ശ്രദ്ധയൊന്നും കൊടുക്കാതെ കുട്ടികൾക്കായി മാത്രം സമയം കണ്ടെത്തുക. ഒരുമിച്ചിരുന്ന് കളിക്കുക, കഥകൾ പറയുക, പുറത്തു പോകുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാം. ഈ ഒറ്റയ്ക്ക് കിട്ടുന്ന സമയം അവർക്ക് വളരെ പ്രധാനമാണ്. ബഹുമാനത്തോടെ സംസാരിക്കുക. കുട്ടികളുടെ വികാരങ്ങളെ തള്ളിക്കളയാതെ "നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ" എന്ന് പറഞ്ഞ് അവരുടെ വികാരങ്ങളെ തിരിച്ചറിയുക. ഇത് വൈകാരികമായ സുരക്ഷിതത്വം നൽകും. സ്ഥിരത. ഉറങ്ങാനുള്ള സമയം, ഭക്ഷണം കഴിക്കേണ്ട സമയം, കളിക്കേണ്ട സമയം തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു ചിട്ട കൊണ്ടുവരിക. ഈ ചിട്ട അവർക്ക് ലോകം പ്രവചിക്കാൻ കഴിയുന്ന ഒന്നാണെന്ന സുരക്ഷിതത്വ ബോധം നൽകും. 2. ആരോഗ്യകരമായ ശീലങ്ങൾ പരിശീലിപ്പിക്കുക. ആരോഗ്യകരമായ ജീവിതശൈലി കുട്ടികളിൽ ചെറുപ്പത്തിലേ വളർത്തണം. പോഷകാഹാരം, പലതരം പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തി സമീകൃതാഹാരം നൽകുക. പുതിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ അവരെ നിർബന്ധിക്കാതെ, പക്ഷേ പലതവണ പരിശീലിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ചലനം. ദിവസവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും പുറത്ത് കളിക്കാനോ ഓടാനോ ഉള്ള അവസരം നൽകുക. ഇത് പേശികളുടെ വളർച്ചയ്ക്കും ഏകാഗ്രതയ്ക്കും നല്ലതാണ്. സ്ക്രീൻ സമയം നിയന്ത്രിക്കുക. മൊബൈൽ ഫോൺ, TV, ടാബ്ലറ്റ് എന്നിവയുടെ ഉപയോഗം കൃത്യമായി പരിമിതപ്പെടുത്തുക. ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങളനുസരിച്ച് 2 വയസ്സിന് താഴെയുള്ളവർക്ക് സ്ക്രീൻ ടൈം പാടില്ല. അതിനുശേഷം 1-2 മണിക്കൂറിൽ കൂടരുത്. 3. പഠനവും കളിയിലൂടെയുള്ള വളർച്ചയും. ഈ പ്രായത്തിൽ കുട്ടികളുടെ പഠനം എന്നത് കളിയാണ്. കളി പ്രോത്സാഹിപ്പിക്കുക. സ്വതന്ത്രമായ കളിക്ക് അവസരം നൽകുക. ഇതിൽ മുതിർന്നവരുടെ ഇടപെടൽ കുറവായിരിക്കും. ബ്ലോക്കുകൾ, മണ്ണ്, വെള്ളം, പെയിൻറിംഗ് തുടങ്ങിയവ ഉപയോഗിച്ചുള്ള കളി സർഗാത്മകതയും പ്രശ്നപരിഹാര ശേഷിയും വളർത്തും. വായനാശീലം. ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് കഥകൾ വായിച്ചു കൊടുക്കുന്നത് ഭാഷാപരമായ കഴിവുകളും ഭാവനാശക്തിയും വർദ്ധിപ്പിക്കും. കുട്ടികൾക്ക് പുസ്തകങ്ങളോടുള്ള ഇഷ്ടം വളർത്താനും ഇത് സഹായിക്കും. ചോദ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ക്ഷമയോടെ മറുപടി നൽകുക. എന്തുകൊണ്ട് എന്ന ചോദ്യങ്ങളെ അഭിനന്ദിക്കുക. അറിയില്ലെങ്കിൽ "അമ്മക്ക്, അച്ഛന് അറിയില്ല, നമുക്കൊരുമിച്ച് കണ്ടെത്താം" എന്ന് മറുപടി നൽകുന്നത് പഠിക്കാനുള്ള താൽപ്പര്യം വർദ്ധിപ്പിക്കും. 4. അച്ചടക്കവും അതിരുകളും നിശ്ചയിക്കലും. അച്ചടക്കം എന്നാൽ ശിക്ഷയല്ല, മറിച്ച് ശരിയായ പെരുമാറ്റം പഠിപ്പിക്കലാണ്. വ്യക്തമായ അതിരുകൾ. വീട്ടിൽ ലളിതവും വ്യക്തവുമായ നിയമങ്ങൾ ഉണ്ടാക്കുക. ഉദാഹരണത്തിന്, കളി കഴിഞ്ഞാൽ കളിപ്പാട്ടങ്ങൾ എടുത്തു വെക്കണം. നിയമങ്ങൾ ലംഘിക്കുമ്പോൾ ശാന്തമായി പ്രതികരിക്കുക. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. കുട്ടികൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രശംസിക്കുക. "നീ കളിപ്പാട്ടങ്ങൾ പെട്ടിയിൽ വെച്ചത് വളരെ നന്നായി" എന്ന് പറയുമ്പോൾ നല്ല പെരുമാറ്റം തുടരാൻ അവരെ പ്രോത്സാഹിപ്പിക്കും. ടൈം ഔട്ട്. ദേഷ്യം വരുമ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ അനിയന്ത്രിതമായി ദേഷ്യപ്പെടുകയോ ചെയ്യുമ്പോൾ ശാന്തമായ ഒരിടത്ത് കുറച്ച് സമയം തനിയെ ഇരിക്കാൻ അവസരം നൽകുന്നത് സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കാൻ സഹായിക്കും. 5. സാമൂഹികവും വൈകാരികവുമായ വളർച്ച. 7 വയസ്സുവരെയുള്ള കാലം സാമൂഹിക ബന്ധങ്ങൾ പഠിക്കുന്ന സമയമാണ്. വികാരനിയന്ത്രണം. സങ്കടം, ദേഷ്യം തുടങ്ങിയ വികാരങ്ങൾ വരുമ്പോൾ അത് പ്രകടിപ്പിക്കാനുള്ള ആരോഗ്യകരമായ വഴികൾ പഠിപ്പിക്കുക. ഉദാഹരണത്തിന്, ദേഷ്യം വരുമ്പോൾ തലയിണയിൽ ഇടിക്കുക, അല്ലെങ്കിൽ 1 മുതൽ 10 വരെ എണ്ണുക. പങ്കുവെക്കൽ. സഹാനുഭൂതി. മറ്റ് കുട്ടികളുമായി കളിക്കുമ്പോൾ പങ്കുവെക്കാനും മറ്റൊരാൾക്ക് സങ്കടമുണ്ടെങ്കിൽ അവരെ ആശ്വസിപ്പിക്കാനും പഠിപ്പിക്കുക. നിങ്ങൾ മറ്റുള്ളവരോട് ദയയോടെ പെരുമാറുന്നത് അവർ കണ്ടുപഠിക്കും. ഉത്തരവാദിത്തബോധം. സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും, പല്ല് തേക്കുക, ഡ്രസ്സ് ഇടുക, ചെറിയ വീട്ടുജോലികൾ ചെയ്യാനും അവരെ പരിശീലിപ്പിക്കുക. ഇത്
ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഈ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ പ്രായത്തിനും സ്വഭാവത്തിനും അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി പ്രാവർത്തികമാക്കാവുന്നതാണ്.